guys, so got a family. Tadi photo. Subscribe ചെയ്യണം, like ചെയ്യണം, share ചെയ്യണം, comment ചെയ്യണം. തൊട്ടപ്പുറത്തൊരു bell button അടിച്ച് പൊട്ടിക്കണം. Yes. Guys, അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമ്മൾ ആലീസിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു, പിറ്റേ ദിവസമാണ്. ഇപ്പൊ ഇന്ന് സമയം ഒരു 12 മണി കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പനിയുടെ കാര്യങ്ങളുണ്ട്. വിച്ചുവിന് നല്ല പനി ഇന്നലെ മുതലുണ്ട്. ആലീസിന്റെ പനി സ്റ്റാർട്ട് ആവുന്നുണ്ട്. എനിക്ക് എണീറ്റപ്പോ തൊട്ട് തല അനക്കാൻ വയ്യ. അപ്പൊ ഇന്നലെ ഞങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രക്ഷപ്പെട്ടൊക്കെ ഉണ്ട്, ഇനി പുറകെ വന്നോളും. പിന്നെന്താ പറയാ, ആദീസ് അവിടെ കിടന്നത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഗിഫ്റ്റുകൾ സാധാരണ ബർത്ത്ഡേക്ക് കിട്ടുമ്പോ കയ്യോടെ അപ്പ തന്നെയാണ് പൊളിക്കാറ്. ഇപ്പൊ നമ്മള് വിചാരിച്ചു എല്ലാവരും അൺബോക്സിംഗ് വീഡിയോ സെപ്പറേറ്റാ ചെയ്യാറ് ഗിഫ്റ്റ് ആദ്യത്തെ. അപ്പൊ അവനെ എടുത്തിട്ട് ചെയ്യാറ്. ആദ്യം ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് എടുത്തത് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. അത് നമ്മുടെ അരുണാണ്. നമ്മുടെ അലിനെ അരുണിനെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഷെർലമേടെ മോൻ അരുണിന്റെ വകയാണ്. ആദ്യം ഗിഫ്റ്റ് ഗിഫ്റ്റ് അടിച്ചിന്. Guys. Wow, കാർഡ്. Helicopter car, guys. Wow. Yeah. പൊളിച്ചു കൊടുക്കാനാ പയ്യനെ. അത് അപ്പൊ ഒരു അടിപൊളി കാറും ഒരു അടിപൊളി ഹെലികോപ്റ്ററും ആണ് ഗൈസ്. Golden പച്ച ഹീറോ കാർ. ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടാണോ അതി? ചെസ് ബോർഡിന്റെ ഉള്ളില് ചെസ് ബോർഡ് ഉണ്ട്. F1 റേസിംഗിന്റെ റേസിംഗിന്റെ ഹെലികോപ്റ്റർ താങ്ക് യു മോനെ. അരിഞ്ചേട്ടത് കൊണ്ടുവരുന്ന സമയത്ത് അവൻ ബർത്ത്ഡേയുടെ അന്ന് നൈറ്റ് അവന് ജോലി കഴിഞ്ഞാൽ ലേറ്റ് ആയതുകൊണ്ട് രാവിലെ അപ്പൊ അത് കൊടുക്കുന്ന സമയത്ത് വിച്ച് റൂമിൽ പനിയായിട്ട് കിടക്കണതുകൊണ്ട് നമ്മളത് ചിമ്പുനായിരുന്നു അതിന്റെ അകത്ത് കിട്ടും. അപ്പൊ ലോക്ക് ചെയ്തപ്പോ അതില് ഇത് കറിയില്ലായിരുന്നു. അപ്പൊ അത് താങ്ക് യു അരുൺ. ഇനി ഇത് അരുണിന്റെ ഫാമിലിയിൽ തന്നെ നമ്മുടെ ഷെർലമി സാമൂഹിക തന്നതാണ്. അപ്പൊ ഡ്രസ്സായിരിക്കും ഗൈസ്. അപ്പൂസാണ് പൊട്ടിക്കാൻ പോണത്. അല്ല പിന്നെ ഒരു അലിയ ഒരു ഗിഫ്റ്റ് കൂടി തന്നിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ തോന്നുന്നു. അവളുടെ വക വേറെ, അരുണിന്റെ വക വേറെ, ഷെർലമേരും പപ്പേരും വക വേറെ. വാവ് ഡഷ് അടിച്ച് ദാണ്ടി തന്നെ അടിച്ചിനി. വാവ് അടിച്ചിനി ചട്ട് അമ്പോ. എനിക്കുള്ള പോലത്തെ ഷർട്ട് പൊന്നിട്ട് അത് അതേപോലത്തെ ഷർട്ട് അപ്പൊ ഇത് പാകായില്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നോക്കണം. ഇത് അലിനേച്ചി തന്ന പൊട്ടട്ടേറ മിൽക്ക് ഗൈസ്. ഇത് അവളുടെ വക, അലീനയുടെ വക. അപ്പൊ അരുണിന്റെ വക, അലീനയുടെ വക. അടിച്ചിന് ചോക്ലേറ്റ് അല്ലിന് ചേച്ചിട്ടുണ്ട്. ഉമ്മാന്ന് അടിച്ചിന് ഡച്ച്. ഇത് സൈസൊക്കെ കറക്റ്റാ. പാന്റിന്റെയോ അത് കറക്റ്റാവും. ഇട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് സൈസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറഞ്ഞിട്ട് ഈ പെട്ടിയിലാക്കി പാക്ക് ചെയ്തത്. ഈ കവർ വിട്ടേക്കാലത് അറിയാം. അപ്പൊ അത് പിന്നെ ഇത് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് പോലീസ് പോലീസ് അംഗങ്ങളുടെ വലിച്ചിട്ടില്ല.
ആദിക്ക് കുട്ടന് ഇത് ആദ്യം ഇത് പാക്കിംഗ് ഉള്ളത് ഇങ്ങനെ ഒരു കവറിലാണ് കിട്ടുക. ഇത് ഞാൻ പാവപ്പെട്ട ഞാൻ മേടിച്ചു കൊടുത്താണ് കഴിച്ചത്. ഇത് വേളിപ്പള്ളിയിൽ പോയിപ്പോ നമ്മള് വേളിപ്പള്ളിയില് എന്റെ ഭർത്തലയിലെ വീട്ടിൽ കണ്ടിട്ടുണ്ട് 99 രൂപയ്ക്ക് ഏത് ഐറ്റം എടുത്താലും വലുതും ചെറുതൊക്കെ എടുത്താലും 99 രൂപയുടെ സ്റ്റോള് കണ്ടു. അപ്പൊ അവിടെ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പക്ഷെ ആദ്യം ഇത് കണ്ടിക്ക് കൊടുത്തപ്പോ തന്നെ പാക്കിങ് അല്ലാതെ അവൻ കണ്ടപ്പോ ഇതുവരെയും അവൻ ഇത് കളിക്കായിരുന്നു. അപ്പൊ ഈ രണ്ടാന്റെ വക കൊടുത്തു വന്നിട്ട് ആ കുഞ്ഞുമേടെ സമ്മാനം കിട്ടും. ഓ സമ്മാനങ്ങള് അടിച്ചിന് സന്തോഷം. No guys. Wow, കാര് അടിച്ചിന് കാര് പെട്ടി പാനായിരുന്നെങ്കിലും ഉള്ളിൽ കിട്ടിയിട്ടുള്ള അടിച്ചിന് കാറുകള് പല പല മുണ്ടില് കാറുകൾ 2 കറി പലതും പല സൗണ്ട് അല്ലേ. ഇനി നമ്മുടെ അപ്പൂസ് സർപ്രൈസ് ആയിട്ട് പറഞ്ഞ സാധനം ടേബിളിൽ നമ്മള് കൊടുത്തതിന് വെച്ചപ്പോ ആദ്യം എടുക്കുന്നതായിരുന്നു നിങ്ങൾ വെച്ചിട്ടുണ്ടോ. പിന്നെ സൈഡില് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ അനിയന് ആദ്യമായി അറിവ് പകർന്നു കൊടുക്കാൻ പോവുകയാണ്. ആള് പിടിച്ചതാണോ നീ കറക്റ്റായിട്ട് ഇടിച്ചേക്ക് എല്ലാം പോകും തോന്നണ കാരണം അങ്ങനെ ഡിലീറ്റ് ചെയ്തു. മരിച്ചു കഴിഞ്ഞാൽ അതുമ്പോ ഞെക്കി ഡിലീറ്റ് ആവൂലേ. സൂപ്പർ മാറ്റാൻ നിൽക്കണ്ട. താങ്ക് യു ബോയ്, താങ്ക് യു. ഇനിയിപ്പോ മൊബൈലിന്റെ ആവശ്യം ഇലക്ട്രിക് ആവില്ല, അത് മറ്റേതായിരിക്കും, ബാറ്ററി ആയിരിക്കും. ആഴ്ച സന്തോഷായി. ആഴ്ചന് അടുത്ത പൊളിക്ക് അത് ആദ്യം ഇഷ്ടാവും. ഞങ്ങളിതുവരെ ഞാനും പൊന്നും ഇത് അന്ന് ഇവൻ 2 വയസ്സുള്ളപ്പോ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിൽ ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പോരും. അതിന് കോലുണ്ടോ പോല്.
ആ. കീസാണ് guys. ഇപ്പൊ തരില്ല. ഇനി നെക്സ്റ്റ് ഇത് ഞങ്ങള് ബർത്ത്ഡേക്ക് ഇവന് ഇടിച്ച ഡ്രസ്സ് കണ്ടല്ലോ, അതൊരു ജോഡി ഡ്രസ്സ് നമ്മൾ മേടിച്ചതാണ്. അതിന്റെ കൂടെ വേറൊരു ഡ്രസ്സ് നമ്മൾ മേടിച്ചു. ഫസ്റ്റ് ട്രൈ ആണ് ഇതാണ് നമ്മളെ ഭാഗം അല്ലേ. നല്ല രസമില്ലേ കളറ്? അടിപൊളിയായില്ലേ? നന്നായില്ലേ? സൂപ്പർ. ഒന്നില്ലാത്ത കളറാണ്. നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗൈസ്. അന്ന് ഇതിന്റെ ഇടയിൽ വേറൊരു സാധനം കാണിക്കാൻ മറന്നുണ്ടായി, എനിക്ക് കാണിച്ചു. അപ്പൊ ഇത് ഡ്രസ്സാണ്. ഇത് മമ്മിയുടെയും പപ്പയുടെയും വാങ്ങിയാണ് ഡ്രസ്സ്. 3 ഡ്രസ്സ് തുറന്നു വാങ്ങിയാണ്. 3 ജോഡി ഡ്രസ്സ് ഉണ്ട്. അതെനിക്ക് തന്നത് എപ്പോഴാന്ന് വെച്ചാൽ നാട്ടിൽ പോയപ്പോ എന്റെ ബർത്ത്ഡേക്ക് മമ്മി തന്നത് എനിക്ക് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഈ ഡ്രസ്സ് നാട്ടിൽ വെച്ചിട്ട് വിച്ചുവിന്റെ ഫാമിലിക്കൊപ്പം നമ്മളെവിടെ പോയി കേരള പഴനി അവിടെ പോയപ്പോ ഒരു മിനിറ്റ് അപ്പൊ ഇത് തന്നപ്പോ ഇത് ആരിസിന് തന്ന 3 ജോഡി ഡ്രസ്സുകളുണ്ട് പല കളറ്. എനിക്ക് എപ്പോഴും സ്ലീവ്ലെസ് ഡ്രസ്സുകളാണ് അങ്ങനെ ചൂടുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാതിരിക്കും. അപ്പൊ മമ്മി ഞാൻ സ്ലീവ്ലെസ് ഡ്രസ്സാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 ജോഡി ഡ്രസ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് മ്യൂജിറ്റിയുടെ വക ഒരു ജോഡി ഡ്രസ്സ്. ഇത് ഈ ഡ്രസ്സ് ആദിയുടെ വീഡിയോ എടുക്കുമ്പോ ഇവിടെ കേക്ക് മുറിക്കുമ്പോ ബർത്ത്ഡേക്ക് പപ്പ മമ്മി തന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കണമെന്നാണ് തന്നെ. അത് കാരണം ഞാൻ ആ സമയത്ത് അവര് എല്ലാവരും ഇരിക്കുമ്പോ തന്നെ നമ്മള് വീഡിയോ എടുക്കും. അപ്പൊ അത് കാരണം തരാറില്ല. പക്ഷെ ആ സമയത്ത് മമ്മി ഇതും അപ്പോഴാണ് തന്നത്. അപ്പൊ ഇത് ഫുള്ള് പലാസയാണ്. അപ്പൊ ശരിക്കും ഇതാണ് കേരള പഴനിക്ക് ഇടാൻ വിചാരിച്ചേ. പക്ഷെ അത് തട്ടി തടഞ്ഞ് ഇത് തട്ടി തടഞ്ഞ് വീഴും. ആ വീഡിയോ വരുന്നുണ്ടിട്ടില്ലല്ലോ. അപ്പൊ പഴനി മറ്റേ ശബരിമലയിലൊക്കെ കയറുന്ന പോലത്തെ സ്റ്റെപ്പുകളാണ് പഴനിയിൽ കയറുന്ന പോലെ. അപ്പൊ തട്ടി തടഞ്ഞ് വീഴും. അതുകൊണ്ട് ഞാൻ അന്ന് ഇത് ഇടുന്നതിന് പകരം ഈ ടോപ്പും പിന്നെ അടിയിലൊരു പാവാട സ്കേർട്ടാണ് പെട്ടത്. അപ്പൊ ഇത് തന്നപ്പോ ആദ്യക്കുള്ള ഇത് ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറഞ്ഞ് തന്നപ്പോഴാണ് മമ്മി എനിക്കത് തന്നത്. അപ്പൊ എന്റെ അന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ കേരള പഴനിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ ഹൗസ് ഓണറുടെ സെഷനുകള് തന്നതാണ്. ചോക്ലേറ്റ് ബോക്സ് ഗൈസ്. പൊട്ടിക്കാനായിട്ട് കൊണ്ടതാണ്. എന്തിനാ മുന്നോ പൊട്ടിക്കണേ? സ്വീറ്റ് ബോക്സ് ആദ്യക്ക് ഞങ്ങള് വേറൊരു സാധനം കൂടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ. അതെ ഈ ഗീവ് ഗീവ് പറഞ്ഞിരിക്കുന്ന ഓരോ നിർത്ത പോലെ. പൊട്ടോ അറിയില്ലേ? ഞാൻ നോക്കിയിട്ടില്ല. ബാറ്ററി അല്ല, ഇത് സാധാരണ ഒരു ഡിസ്പ്ലേ പോലത്തെ സംഭവം. നിലത്ത് വീണാൽ അങ്ങനെ വലിയ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്നാലും അത് ഇതാവും, ഉള്ളിലെടുത്ത ബോർഡും ഉണ്ടാവും. കുറേ നാളിടാന്നുണ്ട്.
ഒരു ബോൾ ഇട്ടാ എങ്ങനെ ഇങ്ങനെ റോളിങ് വീഴുള്ളൂ. ഇത് എന്താണ് ഫിറ്റ് ചെയ്ത് കാണിച്ചാൽ നമ്മൾ അൺബോക്സിംഗ് ആദ്യമായിട്ടല്ലേ അതിന്റെ ബാക്കിലത്തെ പേപ്പർ നോക്കിട്ട് ഫിറ്റ് ചെയ്തോളോ. പണ്ടത്തെ ക്ലിയർ ആണ്. കളി മനസ്സിലായ ഇഷ്ടാവൂല. അപ്പൊ ഇപ്പോഴാണ് മനസ്സിലായവന്. അതിനിപ്പല്ല മനസ്സിലായ ഇതാണ് അതിന് നേരത്തെ വാശി പിടിക്കണ്ടെന്ന് പറഞ്ഞ. ഇട്ടായി ഗൈസ്. ഇത് സഞ്ജീവ് അങ്കിളും ആന്റിയും കൂടി തന്ന കാർഡ്. ഇത് ഗിഫ്റ്റ്. അന്നുന്റെ പാരന്റ്സ് ആണ് ഇത്. കാർഡ് ബർത്ത്ഡേ കേക്ക് ഉണ്ട്. വെരി സ്പെഷ്യൽ വിഷസ് ഫോർ യുവർ ബർത്ത്ഡേ. യു ഫീൽ എവറി മൊമെന്റ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ജോയ് ആൻഡ് സോ ഫ്രം മൈ ഹാർട്ട്. വലിയൊരു കേക്ക് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കാർഡൊക്കെ ഇപ്പൊ ആരും ഉപയോഗിക്കാതായ സമയത്ത് ഇങ്ങനെ ഒരു കാർഡ് ഈ സമയത്ത് കിട്ടുന്ന നന്നായി. അവന്റെ ബർത്ത്ഡേക്കൊക്കെ ഇനിയുള്ള തലമുറകളൊന്നും കാർഡ് അങ്ങനെ സോ മച്ച്. ഓൾ ദ സ്പെഷ്യൽ ജോയ്. All the special warmth and joy that a birthday brings moments filled with beauty and all your favorite things. All the happiness a day can hold and every dream come true. These are the wishes that this message brings. ആദ്യം കളിച്ചു തുടങ്ങിട്ടായി നോക്കടി. ഇത് നമ്മുടെ സൗദിയിലെ നന്ദുവിന്റെ പാരന്റ്സിന്റെ ആണ്. താങ്ക്സ്. ഇനി ഇത് വേറൊരു ഗിഫ്റ്റും കൂടി അവരുണ്ട്. ഹാപ്പി ബർത്ത്ഡേ നന്ദന എസ് നായർ. ഇത് നന്ദി ചേച്ചിയുടെ വക കേട്ടാ. കിട്ടിയ ഗിഫ്റ്റുകളുടെ ഇടയിലാട്ടാ കിട്ടിയ ഗിഫ്റ്റുകളുടെ ഇടയിലാണ്. Let's do it the old method. നമ്മുടെ സിംഹം. ആദ്യക്ക് ഈ സാധനം ഇഷ്ടായി ഭയങ്കര. ഡക്ക് ബാഗ് അവന് നമ്മള് ലൈൻ ബാഗ് ഉണ്ട്. സെയിം കളർ തന്നെ. എന്നാലും വേറൊരു ഡക്ക് ബാഗ് അടിച്ചിന് കൂടെ പോവാനായിട്ട്. താങ്ക് യു സോ മച്ച്. നന്ദുവിനും
ഫാമിലിക്കും താങ്ക് യു സോ മച്ച്. അവിടുത്തെ അങ്കിൾ ആൻറ്റിക്കും ഷെല്ലമ്മ, അലീന, അരുൺ, ഫാമിലിക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വല്യമ്മയ്ക്ക് പോലീസ് അങ്കിളിനും താങ്ക് യു സോ മച്ച്. ശശങ്കളിനും ഫാമിലിക്കും താങ്ക് യു സോ മച്ച്. അതെ, പിന്നെ അപ്പുവിനെ താങ്ക് യു സോ മച്ച്. As a father, your gifts, thank you so much. As a mother, my gifts, thank you so much. പിന്നെ ഇതൊക്കെ ഞാനും മിച്ചും കൂടി ഞങ്ങൾ അത് രണ്ടാമതും കൂടി സെലക്ട് ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട്. കളിക്കണതും പിന്നെ എന്തായാലും നമ്മൾ സൈലോഫോൺ. പിന്നെ എന്താ പറയാ, നമ്മളുടെ രസോരെണ്ണം അപ്പൊ തരും നിനക്ക് സഹൃദയ കാണിക്കാൻ. ബർത്ത്ഡേക്കാ വിട്ടതും പിന്നെ സിംബം പുറത്താണോ? അപ്പൊ ഞങ്ങൾ അവന് ഹാപ്പിയായി, ഞങ്ങൾക്ക് ഹാപ്പിയായി. അപ്പൊ ഞങ്ങള് ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞൊരു അൺബോക്സിംഗ്. അതെ, ബർത്ത്ഡേക്ക് ആദീസിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളുടെ. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളും ഇത് ഇട്ട് നോക്കണം. എനിക്ക് അതെ, എങ്ങനെയെങ്കിലും ഇടിച്ചു നോക്കിയിട്ട് അത് എനിക്ക് തോന്നുന്ന പാന്റ് എനിക്ക് തോന്നുന്നു ടൈറ്റ് ആവും. ടൈറ്റ് ആണെങ്കിൽ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടവര്. ഇതുവരെയും അൺബോക്സിംഗ് ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. അപ്പൊ പറഞ്ഞിരുന്നു ടൈറ്റ് ആവുന്ന സംശയം. സൈസ് അടുത്ത് നെക്സ്റ്റ് സൈസ് വേണമെന്ന്. അപ്പൊ അവര് പറഞ്ഞ അവർക്ക് അറിയുന്ന കടയാണ് മാറ്റി തരുമെന്ന് പറഞ്ഞു. നിലവില് അവന് വേറെ ജീൻസ് ഒന്നും ഇല്ല. ചെറുപ്പത്തിൽ ഉണ്ടായത് ജീൻസ് ഒന്നും ഇപ്പൊ പാകാവുന്നില്ല. ചൂടായതുകൊണ്ട് അധികം ഇങ്ങനത്തെയാണ് എടുക്കാറ്. അപ്പൊ അവന് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ഒരു ജീൻസും ഒരു ഇതുള്ളത് നല്ലതാണ് അല്ലേ. അപ്പൊ അതൊരു വെറൈറ്റി ആയി. അപ്പൊ എന്തായാലും ഇതിന്റെ നെക്സ്റ്റ് സൈസ് എടുക്കാമെന്ന് പറയും അല്ലേ. എന്താ പറയാ, അവന് അര ഇത് കണ്ടറിയാം. അവന് അര ചെറുതാണല്ലോ. ആണെങ്കിലും അവന് അര ടൈറ്റ് ആയിരിക്കും. പാന്റ് ലെങ്ത്തും നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അലീന പറഞ്ഞ, അവള് ഫോട്ടോ കാട്ടിട്ട് പറഞ്ഞ ഇതൊന്ന് നെക്സ്റ്റ് സൈസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ ഗിഫ്റ്റ് നമ്മുടെ ആദിസിന് തന്നവർക്കും മദർസയ്ക്ക് വന്നവർക്കും ആദിസിന് ബ്രഷ് ചെയ്തവർക്കും ഒക്കെ താങ്ക് യു. പിന്നെ ഇവിടുത്തെ ആന്റി നമ്മുടെ 2 പിള്ളേരുടെ പേരിലും എന്താണ് വഴിപാട് 4 പറഞ്ഞൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതിനും ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മള് വീഡിയോ വരുമ്പോ കാണാം, നമ്മൾ പള്ളിയിലും പോയി കത്തിച്ചായിരുന്നു, നന്ദിയൊക്കെ കത്തിച്ചായിരുന്നു. അപ്പൊ ആദിസിന് ആയുരാരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ, വിട്ടുപോയായിട്ട് വരാവട്ടെ. എന്തിപ്പോ ഇനി കല്യാണേ കല്യാണി ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്തിരുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കളിക്കാനും പറ്റും. പിന്നെ ബോള് പോവില്ലേ, പുറത്തേക്ക് പോവില്ലേ, കറക്റ്റായിട്ട് അവിടെ ഇരുന്ന് കളിച്ചോ. ഇത് വെറുതെ ഇരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ആദ്യം അങ്ങനെ കൈ കൊണ്ട് പറക്കെടുക്കണമെന്നും ഇഷ്ടമല്ല, നിലത്തേക്ക് ഒട്ട കൊടയില്ല. ഇവന് ശരിക്കും പുറത്തേക്ക് പോണതാണ് വേണ്ടതായിരുന്നേ. പോവാ. അപ്പൊ കൊറേ ഗിഫ്റ്റ് കിട്ടി അടിക്ക്. എല്ലാം യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അതെ, എല്ലാ സാധനങ്ങളും യൂസ്ഫുൾ ആണ്. ഇത് അപ്പൂസ് കൊടുത്തതും അവനക്ക് എഴുതാനും എല്ലാതും യൂസ്ഫുൾ ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അല്ലേ. ഞങ്ങൾക്ക് മിക്കവാറും എനിക്കൊക്കെ പനിയുടെ സംഭവമൊക്കെ ആയിട്ടിരിക്കുന്ന കാലത്ത് തൊട്ട് വിച്ചു അവിടെ കൂടെ ഇന്നലെ തൊട്ട് ആദ്യത്തിനും പനിയുടെ ഗുളിക കൊടുക്കണം. ഞങ്ങളൊക്കെ പനിയുടെ ഗുളിക കഴിക്കാൻ. താങ്ക് യു പറ, ഹായ് പറ, ഹായ് ടാറ്റ പറ, ടാറ്റ ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. വാലോട്ട് ആട്ടിട്ട് പോണ്ട് ടാറ്റ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ആദിയുടെ ബർത്ത്ഡേ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾക്കും ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും ബ്ലസ് ചെയ്ത എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവുക. എൻ്റെ പുതിയ ചാനലായ താടിയും കൊണ്ടും ടോക്സും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയിപ്പോ പനിയൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും താടിയും കൊണ്ടും ന്യൂ വീഡിയോ.